മച്ചന്മാരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അബൂക്കെ ബ്ലോഗ്സ് അഭിലാഷ്. നമ്മളിപ്പോ നിൽക്കുന്നത് പാട്രാക്കിലുള്ള ടാക്സ് ബൈക്സിലാണ് കേട്ടോ. എന്താന്നല്ലേ, റോയൽ എൻഫീൽഡിന്റെ ഒരു തരംഗമായിട്ടുള്ള ഒരു മെറ്റിയോർ, ആ ഒരു മെറ്റിയോർ 350 നമുക്ക് പുതിയ അപ്ഡേഷനോട് കൂടിയിട്ടും 7 കിടുക്കാച്ചി കളേഴ്സോടും കൂടിയിട്ട് വന്നേക്കാണ്. ആ ഒരു വാഹനത്തിന്റെ വിശേഷങ്ങളായിരിക്കുന്നത്. അപ്പൊ മച്ചന്മാരെ നമുക്ക് അതിലേക്ക് പോലെ പോരേട്ടാ. മച്ചവരെ, അപ്പൊ നമ്മുടെ മെറ്റിയോറിന്റെ കൂടുതൽ വിശേഷങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ടാക്സ് ബൈക്സിലെ മാനേജർ ആയിട്ടുള്ള അലീഷ് മച്ചാൻ നമ്മളോടൊപ്പം ഉണ്ട്. മച്ചനെ നമുക്ക് വിളിക്കാട്ടോ. അലീഷ് മച്ചാൻ നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം സുഖം. ഓക്കെ, അപ്പൊ അലീഷ് മച്ചനെ അടുത്ത മീറ്റിയോർ അപ്ഡേഷൻ ആയിട്ട് റോയൽ എൻഫീൽഡ് വന്നേക്കാണ്. നിങ്ങൾ പുതിയ പുതിയ അപ്ഡേഷനുകൾ കൊണ്ടുവരില്ല? തീർച്ചയായിട്ടും. ഇത് ഏറ്റവും കൂടുതൽ ഇതെല്ലാം വരുന്നത് നമ്മുടെ ക്രൂസർ സെഗ്മെന്റിൽ ആദ്യം നമ്മൾ ട്രൈ ചെയ്യണം. ഞാൻ പറഞ്ഞ പോലെ തന്നെ മീറ്റിയോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സീം മാറ്റിയൊരു വണ്ടിയാണ്. 2020 ഇറങ്ങി JCDC ആയിട്ട് ആദ്യമായിട്ട് നമ്മളുടെ ഫുൾ സീം മാറ്റിയ വണ്ടിയാണ്. റോയൽ എൻഫീൽഡിന്റെ തരംഗാക്കിയുള്ള. അതെ അതെ. അപ്പൊ അതിലേക്ക് ഇപ്പോ കുറച്ച് നാൾക്ക് ശേഷം പുതിയ കുറച്ച് അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. അപ്ഡേഷൻസ് എന്താന്ന് നമുക്കൊന്ന് നോക്കിയാലോ. പുതിയ 7 കളേഴ്സ് അട്രാക്റ്റീവ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് കൂടാണ്ട് ഇപ്പൊ നമുക്കറിയാം GST 22-ാം തീയതി തുടങ്ങി പുതിയ സ്ലാബ് വന്നു കഴിയുമ്പോൾ 20,000 രൂപ വരെ ഈ വണ്ടികൾക്ക് നമുക്കിപ്പോ ഡിസ്കൗണ്ടും വരുന്നുണ്ട്. അതായത് പ്രൈസ് ഡ്രോപ്പും കൂടി വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും റോയൽ എൻഫീൽഡ് ഒക്കെ എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊരു അല്ലേ? അതെ അതെ. ഓക്കെ, അപ്പൊ ഒന്നും നോക്കണ്ട, നേരെ ടാക്സ് ബൈക്സിൽ പോവാ, നേരെ വരിക, ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക, അങ്ങോട്ട് ബുക്ക് ചെയ്യുക അല്ലേ? നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ ഫ്രണ്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്താലോ? നമുക്കിപ്പോ എല്ലാ വേരിയൻസിനും നമുക്കിപ്പോ LED ഹെഡ്ലൈറ്റും അതേപോലെ തന്നെ LED ഇൻഡിക്കേറ്റേഴ്സും ഇപ്പൊ സ്റ്റാൻഡേർഡ് ആയിട്ട് വന്നിട്ടുണ്ട്. വേരിയന്റിൽ മാത്രമേ അത് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ബേസ് വേരിയന്റ് തുടങ്ങി, സ്റ്റാർട്ടിംഗ് വേരിയന്റ് ഫയർബോൾ തുടങ്ങി നമുക്ക് എല്ലാത്തിനും ഇപ്പോൾ ഈ LED ലൈറ്റ്സ് വരുന്നുണ്ട്. നമുക്ക് ഈ ട്രിപ്പർ നാവിഗേഷൻ, നമ്മുടെ നാവിഗേഷൻ ഉണ്ടായിരുന്നത് നമുക്ക് ടോപ്പ് വേരിയന്റിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതും എല്ലാ വേരിയൻസിനും സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. എന്തായാലും മച്ചനെ, സാധാരണ ഒരു വാഹനം എടുക്കുന്ന ആൾക്കാർക്ക് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു, ഇന്നതില്ല എന്നുള്ളത്. അതെ അതെ അതെ. പക്ഷെ ഇപ്പൊ ബേസ് വേരിയന്റ് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഫീച്ചേഴ്സ് മിസ് ആവുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇനിയിപ്പോ അങ്ങനത്തെ ഒരു പരാതി വേണ്ട. അല്ല, അത് ഈ ഒരു പ്രൈസിന് കിട്ടുകയും ചെയ്യും. ഇന്നൊരു കാര്യം വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചാർജിങ് നമ്മുടെ എല്ലാ വണ്ടികളിലും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിൽ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. ഫാസ്റ്റ് ചാർജിങ് നമുക്ക് 100-ലാണ് വന്നത് ഈ ഒരു സെഗ്മെന്റിൽ. 100-ലും മിറ്റിയോറിലും മാത്രമേ നമുക്ക് ഇപ്പൊ ഇവിടെ നിലവിൽ ഈ സെഗ്മെന്റിൽ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് ഈ 2 വണ്ടിയിൽ മാത്രമേ കിട്ടുള്ളൂ. ഫാസ്റ്റ് ചാർജറുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ട്രിപ്പിംഗ് ഒക്കെ പോവാണെങ്കിൽ, സിറ്റി യൂസിനാണെന്നുണ്ടെങ്കിൽ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ ഓഫീസിൽ പോകുമ്പോഴൊക്കെ ചാർജ് കുറവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചാർജ് ചെയ്യാം. നോയ്സിലോ വീൽ ബേസിലോ ഒന്നും മാറ്റങ്ങളില്ല, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. എഞ്ചിൻ സൈഡ് വ്യത്യാസമുണ്ട്. ഇതിലുള്ള JCDC എഞ്ചിനിൽ തന്നെ നമുക്കിപ്പോ സ്ലിപ്പർ ക്ലച്ചും കൂടി ആഡ് ആയിട്ടുണ്ട്. സ്ലിപ്പർ ക്ലച്ച് ഉള്ളപ്പോൾ നമുക്ക് ഈ വണ്ടി മെജോറിറ്റി നമുക്ക് സിറ്റിയിൽ യൂസ് ചെയ്യാം, അതേപോലെ തന്നെ ഒരു ഹൈവേ ക്രൂസർ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ സിറ്റിയിൽ യൂസ് ചെയ്യുമ്പോഴൊക്കെ ക്ലച്ച് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതെ അതെ അതെ. ഒരു ടാങ്കിന്റെ സൈഡിലൊക്കെ പുതിയൊരു ഡിസൈൻ വന്നിട്ടുണ്ട്. ഇത് വേരിയന്റ് മിഡ് വേരിയന്റ് ആണ്. സ്റ്റെല്ലാർ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. സൈലൻസർ മാറ്റം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലിപ്പോ ക്രോമിയോ ആണ് സൈലൻസർ വരുന്നത്, ടോപ്പ് വേരിയന്റ്. പക്ഷെ സ്റ്റെല്ലാർ വേരിയന്റിൽ എല്ലാവർക്കും ഒരു പരാതി ഉണ്ടായിരുന്നു, ആ ഒരു മാച്ച് ആയിട്ട് വേണം ബ്ലാക്ക് സൈലൻസർ വേണമെന്ന്. ഇതിനിപ്പോ പൗഡർ കോട്ടഡ് ആണ് സ്റ്റെല്ലാറിൽ, മിഡ് വേരിയന്റ് ആയ സ്റ്റെല്ലാറിൽ നമുക്ക് വരുന്നത് പൗഡർ കോട്ടഡ്. നമ്മുടെ മിറ്റിയോറിൽ ഈ ഒരു 5 അപ്ഡേഷൻ ആണ് റോയൽ എൻഫീൽഡ് കൊണ്ടുവന്നിട്ടുള്ളത് അല്ലേ? അതെ അതെ. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ആലോചിക്കാറുണ്ട്. കാരണം 5 വർഷമായി JCDC എഞ്ചിൻ വെച്ച് ഫസ്റ്റ് വന്ന വണ്ടിയാണ്. ഇപ്പോഴും ഈ വണ്ടി ആർക്കും പരാതിയില്ല, എടുത്തവരെല്ലാവരും ഹാപ്പിയാണ്. അപ്ഗ്രേഡ് ചെയ്തതെന്നൊരു ഈ വണ്ടി കൊടുക്കാതെ കയ്യിൽ വെച്ച് അപ്ഗ്രേഡ് ചെയ്യുന്നവർ കുറെ പേരുണ്ട്. തീർച്ചയായിട്ടും. ഇതിന്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ക്രൂസറാണ്, ക്രൂസർ സെഗ്മെന്റിലാണ് വന്നത്. റോയൽ എൻഫീൽഡ് എപ്പോഴും പുതിയ എഞ്ചിൻസ് അപ്ഡേറ്റ് ചെയ്യുന്നത് ക്രൂസറിലാണ്. നമുക്ക് തണ്ടർബേർഡിന്റെ ഫസ്റ്റ് സീരീസ് 2002-ലാണെങ്കിലും അത് കഴിഞ്ഞിട്ട് UC എഞ്ചിൻ ഫസ്റ്റ് വന്നത് നമുക്ക് തണ്ടർബേർഡിൽ തന്നെയാണ്. അതിനുശേഷം മിറ്റിയോറിലാണ് JCDC എഞ്ചിൻ ആദ്യം വന്നത്. ഈ ഒരു ക്രൂസർ ആണെങ്കിലും ഈ വണ്ടിക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരു അർബൻ കണ്ടീഷനിൽ യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഇത് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ഹൈവേ ക്രൂസിങ്ങിനും പറ്റും,
സിറ്റിയിൽ നമുക്ക് ഈസി ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു സീറ്റിങ്ങോ അതേപോലെ ഹാൻഡ്ലിംഗ് പൊസിഷനോ ആണ് ഇതിൽ വന്നേക്കുന്നത്. ഇതിന്റെ സീറ്റ് ഹൈറ്റ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ ലേഡി റൈഡേഴ്സ് ഒക്കെ നമുക്ക് ഇതിലേക്കാണ് വന്നത്, കാരണം ഇതിന്റെ ഒരു സീറ്റ് ഹൈറ്റ് പറയേണ്ട കാര്യമാണ്. കൂടുതൽ കണ്ടിട്ടുള്ളത് നമ്മള് ലേഡീസ് യൂസ് ചെയ്യുന്നത് 100 ആയാലും നമ്മുടെ മെറ്റിയോർ ആയാലും. അതെ, ആ വണ്ടികൾ കൊണ്ടിട്ട് ആ ഒരു സെഗ്മെന്റിലേക്ക് ആളുകൾ കൂടുതൽ വന്നു, കൂടുതൽ ലേഡീസ് ഈ ഒരു സെഗ്മെന്റിലേക്ക് വന്നു. അതിന്റെ ഈ ഒരു സീറ്റ് ഹൈറ്റും അതിന്റെ ഹാൻഡ്ലിംഗ് കൊണ്ടിട്ടാണ്. പിന്നെ എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ഒരു ക്വാളിറ്റിയാണ്. കാരണം നമുക്ക് ഈ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബ്രേക്ക് ഡൗണോ കാര്യങ്ങളായിട്ടൊന്നും ഒരിടത്ത് നിൽക്കണ കാണില്ല. എഞ്ചിൻ എന്താണെന്ന് കാണിച്ചു തന്നത് ഈ പറഞ്ഞ ഒരു മെറ്റിയോർ ആണ്. ഇപ്പോ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഇപ്പൊ ഫ്രണ്ട് ബാക്ക് എല്ലാം LED ലൈറ്റ്സ് ആയി. നമുക്ക് ആ ഒരു പ്രീമിയം ലുക്കും ഈ ഒരു വണ്ടിയിൽ കിട്ടും. നമുക്ക് ഒരു പ്രീമിയം ഒരു ഫീല് കിട്ടും. ഇത്ര ലോങ് പോകാനുള്ള കംഫർട്ട്, മൈലേജ്, ഒരു ക്ലാസ് ലുക്കും, അതുകൂടാണ്ട് ആ ഒരു പ്രീമിയം ഫീലും കൂടി നമുക്ക് കിട്ടും. എടുക്കണ പൈസക്ക് ഉള്ള മുതലാണ് നമ്മുടെ റോയൽ എൻഫീൽഡ് മെറ്റിയോർ അല്ലേ ആദ്യമായിട്ട് ഓൾട്രേഷൻ ആക്സസറീസ് വാഹനത്തിൽ കൊണ്ടുവന്നത്. അതെ അതെ, മേക്ക് ഇറ്റ് യൂസ് എന്നുള്ള പ്രോഗ്രാം ആദ്യം കൊണ്ടുവന്ന മെറ്റിയോറിലാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ പുതിയ പെട്ടക്കണ മെറ്റിയോറിൽ എന്തൊക്കെ ആക്സസറീസ് ആണ് റോയൽ എൻഫീൽഡ് കൊണ്ടുവന്നുള്ളത്? നമുക്കിപ്പോ ടൂറിങ്ങിനെ ബേസ് ചെയ്ത് പുതിയ ആക്സറീസ് നമുക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ ഹാൻഡിൽ ബാർസ്, നമുക്ക് ടൂറിംഗ് ഹാൻഡിൽ ബാർ വരുന്നുണ്ട്, അതേപോലെ ഡ്രാഗ് ഹാൻഡിൽ ബാർ വരുന്നുണ്ട്, വൈസേഴ്സ് പല രീതിയിലുള്ള വരുന്നുണ്ട്. ഈ പ്രാവശ്യം ലഗേജ് ബോക്സ്, ക്യാരി ചെയ്യാനായിട്ടുള്ള ബോക്സുകൾ, കാര്യങ്ങള്, ബാഗ്, കാര്യങ്ങളൊക്കെ ഈ പ്രാവശ്യം നമുക്ക് മെറ്റിയോറിനൊപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാ കിട്ടിക്കാച്ച ഐറ്റംസും കൊണ്ടുവന്നു, എല്ലാം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പരാതി ഒന്നും വേണ്ട, ഇനി ആർക്കും പരാതി വേണ്ട. നമുക്ക് എത്ര വേരിയൻസ് വരുന്നുണ്ട് വാഹനം? നമുക്ക് വേരിയൻസ് നേരത്തെ പോലെ തന്നെ 4 വേരിയൻസിൽ തന്നെയാണ് വരുന്നത്. ഫയർബോൾ, സ്റ്റെല്ലാർ, അറോറ, സൂപ്പർനോവ. പക്ഷെ ഇപ്രാവശ്യം എല്ലാ വേരിയൻസിലും പണ്ടുണ്ടായിരുന്ന കളേഴ്സ് എല്ലാം നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്തു. പുതിയ കളേഴ്സാണ് വരുന്നത്. നമുക്ക് ഫയർബോളിൽ വരുമ്പോഴത്തേക്കും ഓറഞ്ചും ഗ്രേയും ആണ് നമുക്ക് വരുന്നത്. അതേപോലെ സ്റ്റെല്ലാറിൽ വരുമ്പോൾ നമുക്ക് മറൈൻ ബ്ലൂ, നേരത്തെ നമുക്ക് തണ്ടർബേർഡിലൊക്കെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട മറൈൻ ബ്ലൂ, അതേപോലെ തന്നെ ഗ്രേ ഷെയ്ഡ് ആയാലും വരുന്നുണ്ട്. ദെൻ സൂപ്പർനോവയിൽ വരുമ്പോൾ നമുക്ക് ബ്ലാക്ക് ആണ്. സൂപ്പർനോവയിൽ ബ്ലാക്ക് ഉണ്ടായിരുന്നില്ല, പലരും ചോദിച്ചു പറഞ്ഞാണ്. സൂപ്പർനോവയിൽ നമുക്കിപ്പോൾ ബ്ലാക്ക് വരുന്നുണ്ട്. അറോറയിലും പുതിയ 2 കളേഴ്സ് വരുന്നുണ്ട്. 4 വേരിയൻസില് ഏറ്റവും പുതിയ 7 കളേഴ്സ് ആണ് വരുന്നത്. പിന്നെ പ്രൈസ് നേരത്തെ 249 തുടങ്ങിയിട്ട് 290 ആ റേഞ്ചിലാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ നമ്മുടെ 222 തുടങ്ങി നമുക്കിപ്പോ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ വെറും 5000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. അതും അരമണിക്കൂറത്തെ കാര്യം പോലും വരുന്നില്ല ലോൺ ചെയ്യാനായിട്ട്. ഓക്കെ, ലാഗിംഗ് ഇല്ലാണ്ട് തന്നെ നമുക്ക് വണ്ടി ഇറക്കാം. പരിപാടിയും ലാഗില്ല. നമുക്ക് വീട്ടിൽ വന്നിട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി കൂടിയുണ്ട്. ടെസ്റ്റ് ഡ്രൈവ് ആണെങ്കിലും ബുക്കിംഗ് ആണെങ്കിലും ലോണിന്റെ കാര്യമാണെങ്കിലും. ഓക്കെ, നമുക്കിപ്പോ ചെറിയ സിബില് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതും അറേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള ലോണുകൾ വരുന്നുണ്ട് നമുക്ക്. ഓക്കെ, നിങ്ങൾ ചെറിയ സിബില് പ്രശ്നങ്ങളൊന്നും വിചാരിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അതെല്ലാം നമുക്ക് അറേഞ്ച് ചെയ്യാം. ഇതെല്ലാം പോട്ടെ, നമ്മുടെ വീഡിയോ കണ്ടുവരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ പരിഗണന കാര്യങ്ങളുണ്ടോ? തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോ കണ്ട്, അബുവിന്റെ വീഡിയോ കണ്ടുവന്നവർക്ക് നമുക്ക് നേരത്തെ ഉള്ള പോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. ഉറപ്പാണ്. അബുവിന്റെ വീഡിയോ കണ്ടിട്ടാണ് വരണേന്ന് ഒന്ന് പറയണം അല്ലേ? ഓക്കെ, എന്തായാലും പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോയില് ടാക്സ് ബൈക്സിന്റെ നമ്പർ ഉണ്ടാവും. നിങ്ങൾക്ക് ഈ ഒരു സമയം വലിയ ഉചിതമായിട്ടുള്ള സമയം തന്നെയാണ്. ഏറ്റവും ഉചിതമായിട്ടുള്ള സമയമാണ്. നമ്മുടെ സ്ഥലം വരുന്നത് പാട്ടരായ്ക്കൽ, നമ്മൾ ദേവമാത സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. റോയൽ എൻഫീൽഡിന്റെ വാഹനമൊക്കെ സ്വന്താക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ പാട്ടരായ്ക്കലുള്ള ടാക്സ് ബൈക്സിൽ ചെല്ലാം, ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്പോട്ടിൽ ബുക്ക് ചെയ്തോ. ഈ വണ്ടിക്ക് മാത്രമല്ല 350cc എല്ലാ വേരിയൻസിലും നമുക്ക് ഈ പറഞ്ഞ GSTയുടെ ആനുകൂല്യങ്ങൾ 22-ാം തീയതി തുടങ്ങി കിട്ടുന്നതാണ്. പ്രൈസ് കുറയും. എന്നാൽ 650 ബാക്കിയുള്ള 450 വണ്ടികൾക്ക് ഇപ്പോൾ പ്രൈസ് കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. കൂടിയിട്ടുണ്ട്. ഓക്കെ, അതും ഈ ഒരു അവസരത്തിൽ പറയാം, എല്ലാവർക്കും അറിഞ്ഞിരിക്കാനായിട്ട് പറയാം. എന്തായാലും അലീഷ് മച്ചാൻ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ മെറ്റിയോറിന്റെ പുതിയ അപ്ഡേഷൻ പറഞ്ഞ മച്ചാന് ഒരുപാട് താങ്ക് യു. മച്ചമാരപ്പ ഇന്നത്തെ വിശേഷം നമ്മുടെ മെറ്റിയോർ 350യുടെ അപ്ഡേഷൻ വിശേഷങ്ങളായിരുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ആ ബെൽ ബട്ടൺ അങ്ങോട്ട് അമർത്തി അങ്ങോട്ട് ചവിട്ടി പൊട്ടിച്ചോളൂ. ഞാൻ നിങ്ങളുടെ സ്വന്തം അബു കെ വ്ലോഗ്സ് അഭിലാഷ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.